പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികള് അടക്കത്തിന് ഒഴുക്കത്തിന് വിളിച്ചു നിന്നാൽ അവർ നിൽക്കില്ല. ഞാൻ ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പേടിച്ച് വേണം ജീവിക്കാനായിട്ട്. സ്വാതന്ത്ര്യം ഇല്ലേ ഇന്ന്? ഇല്ല, ഒട്ടുമില്ല. ഇല്ല. അവർക്ക് വീടം കൊടുക്കണം, മൊത്തത്തിൽ നമുക്ക് വീടം വേണം, രണ്ടുപേർക്കും വേണം. ചേട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ കുക്ക് ചെയ്യാനൊക്കെ? ആവശ്യമില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആരാണ് ചേച്ചിയുടെ ലൈഫിൽ? അതെന്റെ അമ്മയാണ്. സ്നേഹത്തിന്റെ, കരുത്തിന്റെ, സഹനത്തിന്റെ പ്രതീകമാണ് ഓരോ സ്ത്രീകളും. ഒരു വീടിന്റെ വിളക്കാണ്. ഇതൊക്കെയായിരുന്നു ഇന്നലെ വരെയുള്ള സ്ത്രീ സങ്കല്പങ്ങൾ. എന്നാൽ ഇന്ന് അതെല്ലാം മാറിയിരിക്കുകയാണ്. ഏതോ സിനിമയിൽ മഞ്ജു വാര്യർ പറഞ്ഞതുപോലെ നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയെന്ന് പറഞ്ഞാൽ അത് ട്രാപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള നിലയിലേക്ക് സമൂഹം വളർന്നു കഴിഞ്ഞു. ഇന്ന് ഈ വുമൻസ് ഡേയിൽ 2026 സ്ത്രീകൾക്ക് ഇതിലേറെ പറയാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പെൺകുട്ടികളായ എപ്പോഴും അടക്കം ഒതുക്കം വേണമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? അടക്കം ഒതുക്കം പെൺകുട്ടികൾക്ക് നല്ലതാണ്. അത് ആൺമക്കൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികള് അടക്കത്തിന് ഒഴുക്കത്തിന് വിളിച്ചു നിന്നാൽ അവർ നിൽക്കില്ല. അവർക്ക് ഇന്നത്തെ ഈ ലോകത്ത് പാറി നടക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പൊ അവരെ ആ വഴിക്ക് വിടുക. അപ്പൊ അവര് ഫ്രീ ആയി. അപ്പൊ നമ്മൾ പറയണോർത്ത് അവരെ കിട്ടും. പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ കിട്ടില്ല, വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് കിട്ടും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഒരു ഉപദേശം നൽകാൻ പറഞ്ഞ എന്തായിരിക്കും പറയാ? മാതാപിതാക്കൾ എപ്പോഴും പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കും. അവര് മക്കൾക്ക് ദോഷം വരുന്നെന്ന് ഒന്നും പറയില്ല. പക്ഷെ ചില സമയത്ത് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. അതിനെനിക്ക് പറയാം. എന്റെ മക്കൾ ഈ ജനറേഷനിൽ വളർന്നു വരുന്ന മക്കളാണ്. എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പകുതി അവര് കേൾക്കുള്ളൂ, പകുതി അവര് പറഞ്ഞ് ഞാൻ കേൾക്കണം. പക്ഷെ അവരോടും പറയാനുള്ളത് നമ്മൾ പറഞ്ഞത് കേൾക്കണം എന്ന് മാത്രമാണ്. അതല്ലാതെ ഇപ്പോ എന്നും നമ്മൾ പറഞ്ഞ് അനുസരിക്കാതെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പേടിച്ച് വേണം ജീവിക്കാനായിട്ട്. അപ്പൊ നമ്മൾ പറയുന്നതും കേൾക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും എല്ലാതും നമ്മൾ അനുസരിക്കത്ത് ഞാൻ അവരെ ഉപദേശിക്കൂല. കാരണം അവർക്ക് അവരുടെ ഫ്രീഡങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് നമ്മളോട് ദേഷ്യം, അതേപോലെ തന്നെ വൈരാഗ്യം കൂടുന്ന ഒരു പ്രായമാണ്. എന്റെ മോളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചീത്ത പറഞ്ഞാൽ അവൾ എന്റെ ഇങ്ങോട്ട് ഇരട്ടി പറയുന്ന മോളാണ്, നല്ല പഠിക്കുന്നതെങ്കിലും അതേപോലെ തന്നെ സംസാരിക്കാം. നമുക്ക് അവരുടെ ഫ്രീഡം ഒത്തു കൊടുക്കാം. ചേച്ചി വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാറില്ലേ? ചേച്ചി അല്ലേ ഉണ്ടാക്കുന്നേ? ആരുടെ ഇഷ്ടത്തിന് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നേ? അങ്ങനെയില്ല, ഞാൻ പറയും ഞാൻ വെക്കണത് കഴിക്കാം. അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കില്ല എന്നല്ല, എന്നാലും ഞാൻ എന്താണ് ഉണ്ടാക്കുന്നത് അത് കഴിച്ചു പഠിക്കാൻ പറയാം. അതല്ലാതെ ചിലപ്പോ ഇന്ന് വേണം എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കില്ല. പിന്നീട് അത് വേണമെന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഉണ്ടാക്കി. അതല്ലാതെ വാശി പിടിച്ച് അപ്പൊ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. ചേച്ചിയുടെ ഇഷ്ടത്തിന് ഫുഡ് ഉണ്ടാക്കി എപ്പോഴും കഴിക്കാറുണ്ടോ? ചേച്ചിയുടെ ആഗ്രഹം തോന്നിയിട്ട്? എനിക്ക് നമ്മുടെ ആഗ്രഹത്തിന് വെക്കാറൊക്കെ ഉണ്ട്. പറഞ്ഞ ഹസ്ബൻഡാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്തിട്ടുണ്ടാവും. സ്ത്രീകൾ എപ്പോഴെങ്കിലും ഒരു ദുർബലയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിട്ടില്ല. എന്തുകൊണ്ടാ? നമ്മ സ്വന്തം അമ്മ, നമ്മുടെ ഭാര്യ, പെങ്ങന്മാര് അങ്ങനെയൊക്കെയുള്ള കാരണം ഇത് തോന്നില്ല. അപ്പോ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അതിന്റെ രീതിയിൽ പോണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മള് ക്യാമറയിലൊക്കെ പഠിപ്പിച്ച് അവരെ പെടുത്തണം സ്ത്രീകളെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോ ഭർത്താവിനേക്കാൾ കൂടുതൽ സൗന്ദര്യം സ്ത്രീക്ക് ഉണ്ടായെന്ന് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ വീട് നമ്മുടെ പാരമ്പര്യത്തിലില്ല. ഇല്ല. അപ്പൊ അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന കുടുംബാണോ? ഫ്രീഡം കൊടുക്കണം. അവർക്ക് ഓൾറെഡി ഫ്രീഡം അല്ലേ? അവർക്ക് വീടം കൊടുക്കണം, മൊത്തത്തിൽ നമുക്ക് വീടം വേണം, രണ്ടുപേർക്കും വേണം, തുല്യം വേണം. ഓരോരുത്തർക്ക് അതിന് സെപ്പറേറ്റ് വേണ്ട. വീട്ടിലങ്ങനെയാണോ? വീട്ടിലെങ്ങനെയാ? വീട്ടുജോലി എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണോ? ചേട്ടൻ എന്താ തോന്നുന്നത്? ഭർത്താവിനും കൂടി ചെയ്യാം, മുതിർന്ന ആകട്ടോ മക്കളെ അത് കൂടി ചെയ്യാവുന്ന സംഭവമാണ്. അത് കുടുംബ സന്തോഷം കൂടുതൽ വരുന്ന സംഭവമാണ്. പിന്നെ നമുക്ക് നേരത്തെ പോലെ വിഷയം ഇപ്പൊ ഓട്ടോസോടിക്ക് സംഭവം നമുക്ക് നേരത്തെ പോലെ കൊണ്ട് അത് ചെയ്യാൻ ആളുകൾ കൊണ്ട് അവർ ചെയ്യണം. സൗകര്യങ്ങൾ വീട്ടിലുണ്ട്. അതേമാതിരി നമുക്ക് പോയി മറ്റേ പച്ച വിറകൊന്നും കളിച്ച് കത്തിയേണ്ട ആവശ്യമില്ല. വീട്ടില് 900 രൂപ ഗ്യാസ് വരുന്ന 1.5 മാസം ഉപയോഗിക്കുന്നു. അപ്പൊ അടക്കളക്ക് വെറുതെ കളിക്കണം. അപ്പൊ ബാക്കിലൊക്കെ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം. ചേട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ കുക്ക് ചെയ്യാനൊക്കെ? ചെയ്യുന്ന ആവശ്യമില്ല. മാക്സിമം ഒരു വളരെ ഇല കൊമ്പ് മുറിച്ചോണ്ട് വേറെ ഒരു പണി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചിലപോലെ കുക്കുംബറിന്റെ കഷ്ണം മുറിച്ചുകൊണ്ടാല് ബാക്കി റെഡി ആയിട്ട് ഹോട്ടലുകാരെ എത്തിണ്ടാവും. ചേച്ചിക്ക് പെട്ടെന്ന് വയ്യാതെ പനി എങ്ങാനും വന്നാ? ചേച്ചിക്ക് വരാൻ ചിലപ്പോ ഈ 30 മുട്ടുവേദന അതിപ്പോഴും ഉണ്ട്. അതിപ്പോ ഇന്നലെ അടക്കം കോട്ടയ്ക്കൽ തൈലം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളില്ല, അസുഖം കുറവാണ്. പിന്നെ എനിക്കതിന് ഷുഗർ ഉള്ളത്. അവർക്ക് അസുഖം ദൈവാനിച്ച് ഒന്നും ഇല്ലാത്ത വീരണയുള്ള പൈസക്ക് അത്ര കുറവ്, അസുഖങ്ങൾ കുറവ്. അങ്ങനെ സംഭവം. വനിതാ ദിനാണ്. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഈ ഒരു വനിതാ ദിനത്തിൽ പെൺകുട്ടികൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യം എന്താണെന്നാണ് കരുതുന്നത്? അതും ഈ 2026 ഏറ്റവും നല്ല പ്രൈവസി നടത്താൻ പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വാതന്ത്ര്യം. എന്താ അങ്ങനെ ഒരു കാര്യം ഭയങ്കര സ്വാതന്ത്ര്യം ഇല്ലേ ഇന്ന്? ഇല്ല, ഒട്ടുമില്ല. ഇല്ല. ഇപ്പൊ ഒരു ലൈഫിൽ ഇപ്പൊ ഭയങ്കര നമുക്കിപ്പോ എന്തൊരു ആവശ്യം വന്നാലും
സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന നല്ലൊരു സ്വാതന്ത്ര്യം വേണം സ്ത്രീക്ക്. ഇല്ലെങ്കിൽ നമ്മൾ അടിമയായി പോകും. സത്യം എന്റെ അനുഭവം വെച്ച് പറയല്ലേ. എനിക്ക് ഇപ്പൊ സത്യം പറയാം, ഇന്നിപ്പോ എനിക്ക് ഈ രാവിലെ ഇപ്പൊ ഇവിടുന്ന് വീട്ടിൽ എനിക്ക് ജീവിക്കാനേ ഇഷ്ടമില്ല. സത്യം അത്രയും പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ആ അനുഭവത്തിൽ പറയാണ് ഓക്കെ താങ്ക് യു. വിഷമാണ്. ഓക്കെ അതുകൊണ്ട് പറയാതെ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല. ഒരിക്കലും സത്യം പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കണ നല്ലൊരു പ്രാധാന്യത്തെ നമ്മൾ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അതാണ് എന്റെ ഒരു ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. അപ്പൊ അതിന്റെ നല്ല ബുദ്ധിമുട്ട് എനിക്ക് അറിയുന്നുണ്ട്. ഇപ്പൊ ഏത് മാരേജിലായാലും നമുക്ക് സ്വന്തം കാലം നിൽക്കാൻ ഒരു ജോലി വേണം. പിന്നെ നമ്മുടെ നമ്മുടെ ആത്മാഭിമാനം പണയം വെച്ച് ഒരിക്കലും ഒരാളുടെ കാര്യത്തില് ഒരു പ്രൈവസി ഇല്ലാതെ ഇരിക്കാൻ പറ്റും. എന്നെ സ്വന്തം അത്ര പറയാനുള്ളൂ. ഓക്കെ ശരി. പോയി നിൽക്കാല്ലേ ഇന്ന് രാജ്യത്ത് എന്നെ പോകാൻ എനിക്ക് സങ്കടം വരിക. ഒരു സ്ത്രീയായി ജനിച്ചതിൽ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ ഒരു നിമിഷം ഏതായിരുന്നു? അത് വിവാഹശേഷം അച്ഛനമ്മേനെ വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോ ഒരു സങ്കടം. അതാണ് ഏറ്റവും വലിയ സങ്കടം. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം ഏതായിരുന്നു? സന്തോഷം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉണ്ണി ഉണ്ടാവുമ്പോൾ ഉള്ളൊരു സന്തോഷം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ അതാണ് സന്തോഷം. അതാണ് ഏറ്റവും വലിയ സന്തോഷവും സങ്കടവും. അതെ. ഈ വുമൻസ് ഡേയില് ചേച്ചിയോട് ചേച്ചിയുടെ ഹസ്ബൻഡ് ചോദിക്കാണ്, എന്ത് വേണമെങ്കിലും ഞാൻ പറയാം, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. അപ്പൊ ചേച്ചി ഒരു ആഗ്രഹം എന്തായിരിക്കും ചേച്ചിയുടെ? ഇല്ല, ആഗ്രഹം എന്താന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നല്ല, നമുക്ക് ഒരുമിച്ചൊരു ദിവസം ഫുള്ളും എന്റെ കൂടെ ചെലവഴിക്കുക. അതന്നെ. ചേച്ചിയാണോ വീട്ടില് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നേ? പെട്ടെന്ന് ഒരു ദിവസം ചേച്ചിക്ക് പനി വന്നു, കുക്ക് ചെയ്യാനൊന്നും വയ്യ. അപ്പൊ എങ്ങനെയായിരിക്കും വീടിന്റെ അവസ്ഥ? ചേട്ടൻ ചെയ്യോ? ചേട്ടൻ ചെയ്യും. ചേട്ടൻ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. പൊതുവെ ഭയങ്കര വായാടികളാണ്, സംസാരിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയാറ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണോ ശരിക്കും സ്ത്രീകൾ? അങ്ങനെയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ ക്യാരക്ടർ അനുസരിച്ചിരിക്കും. ഓരോരുത്തരുടെ പറയണതും പ്രവർത്തിക്കുന്നതും അനുസരിച്ചിരിക്കില്ല നമ്മള്. ചേച്ചിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആരാണ് ജീവിതത്തില്? അതെന്റെ അമ്മയാണ്. എന്തുകൊണ്ടാണ് അമ്മ? എന്തുകൊണ്ടാണെന്ന് വെച്ചാ ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നത്. ഒന്നുകൂടെ വയ്ക്കാം. പൊന്നു മക്കളെ ഞങ്ങള് ഇത് പറഞ്ഞാ മതി, ചേച്ചി ഇത് ഓക്കെയാണ്. രണ്ടുപേരും കൂടി പറഞ്ഞ സെറ്റാണ്. ഞങ്ങളെ കാലം കൂട്ടുണ്ട്. ഇല്ല നിങ്ങൾ പറഞ്ഞില്ലെങ്കിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക.